നമസ്കാരം. കൊട്ടിഘോഷിച്ച് നമ്മുടെ കൊച്ചിയിൽ തുടങ്ങിയ ടീകോം സ്മാർട്ട് സിറ്റി പദ്ധതി എങ്ങുമെങ്ങും എത്താതെ ഒടുവിൽ കൈ മലർത്തി കാണിച്ചുകൊണ്ട് കരാറുകൾ റദ്ദാക്കുന്നതിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഒക്കെ കൂടെ ചേർന്ന് അവിടെ ദുബായിൽ പോകുന്നു. അവിടെ വെച്ച് നിരവധി ആളുകളുമായി ചർച്ച നടത്തുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് ഒരു കമ്പനി കൊണ്ടുവരുന്നു. ലോകം മുഴുവൻ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന തരത്തിൽ ഒരു സ്മാർട്ട് സിറ്റി കമ്പനി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. നാളിതുവരെ ആയി അത് ഉയർന്നു പൊങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻഫോ പാർക്ക് കൂടി അതിനോടൊപ്പം ലയിപ്പിക്കണം എന്ന് പറയുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഒടുവിൽ ആ കരാർ റദ്ദാക്കാൻ പോകുമ്പോൾ ഇവിടെ പ്രതിപക്ഷം ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ടീകോം കമ്പനിക്ക് കോടികളുടെ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം അതാണ്. എന്നാൽ അന്നുണ്ടാക്കിയ കരാറുകളിൽ എന്തെങ്കിലും മാറ്റം LDF സർക്കാർ വന്നപ്പോൾ വരുത്തിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ വരുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഇൻഫോ പാർക്കിന്റെ ഏകദേശം 62.27 ഏക്കർ ഇതിവിടെ ഇതിനോടൊപ്പം ചേർക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് എന്താ 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം അവർ നൽകാൻ തീരുമാനിക്കുന്നു. കരാറിനകത്തുണ്ടായിരുന്ന UDF വെച്ച കരാറിനകത്തുണ്ടായിരുന്ന വ്യവസ്ഥകളാണ് പറയുന്നത്. അതായത് ഇൻഫോ പാർക്കിൻ്റെതായ 62.27 ഏക്കർ ഭൂമി അവർക്ക് കൊടുക്കും. അതോടൊപ്പം 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം കൂടി അവർക്ക് അനുമതി നൽകിക്കൊണ്ട് ആയിരുന്നു അന്ന് ഉമ്മൻചാണ്ടി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത ഒന്നുകൂടി നോക്കാം. 300 ഏക്കർ കൊടുക്കും. അതോടൊപ്പം അധികപ്പറ്റ് 100 ഏക്കർ വിൽപ്പന അവകാശത്തോടു കൂടി ഏകദേശം 360ഓളം ഏക്കർ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാനും തീരുമാനമായി. സ്വതന്ത്രാവകാശം നമ്മുടെ സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ വേണ്ടി, നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താൻ വേണ്ടി ഏകദേശം 300ഓളം അല്ലെങ്കിൽ 300-ലധികം ഏക്കർ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു. സ്വതന്ത്ര അവകാശത്തോടു കൂടി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കരാർ. പിന്നെ അതോടൊപ്പം തന്നെ 3 ഘട്ടമായി 33,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി 3 ഘട്ടങ്ങളായി. ആ 3 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 5, 7, 10 വർഷങ്ങൾ ആയിട്ടാണ് ഈ 3 ഘട്ടങ്ങൾ ടീകോം കമ്പനി പൂർത്തീകരിക്കുക. ഈ 3 ഘട്ടങ്ങൾ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ആകെ കിട്ടുന്ന തൊഴിലവസരങ്ങൾ വെറും 33,000 മാത്രമാണ് എന്ന് ആലോചിക്കുക. ഇതുവരെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ 33,000 തൊഴിലവസരം 10 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഒരു ഘട്ടത്തിലല്ല. പിന്നീടോ സംസ്ഥാനത്ത് ഒരിടത്തും മറ്റ് IT പാർക്കുകൾ സ്ഥാപിക്കാൻ പാടില്ല. എല്ലാം ടീകോമിന്റെ കയ്യിലൂടെ തന്നെ പോകണം. കേരളത്തിന് IT കമ്പനി എന്നുള്ള നിലയിൽ പടർന്ന് പന്തലിച്ച് വികസിക്കുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും അടക്കം ഒപ്പുവെച്ച കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളാണിതെല്ലാം. അതായത് പൂർണ്ണമായും അവരുടെ അധീനതയിലേക്ക് ടീകോം കമ്പനിയുടെ അധീനതയിലേക്ക് കേരളത്തിന്റെ ഒരു വലിയ ഭാഗം, ഏകദേശം 300-ലധികം ഏക്കർ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുന്നു. സ്വതന്ത്രമായി അവർക്ക് എന്തും ചെയ്യാം, സ്വതന്ത്ര വ്യവഹാരം നടത്തുന്നതിന്റെ ആവശ്യത്തിലേക്കായി. ഇത്രയും കരാറോടുകൂടി അവർ സ്ഥാപിച്ച ഈ കമ്പനി, നമുക്കറിയാം ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എന്ത് പദ്ധതികളാണ് കേരളത്തിൽ നടപ്പിലായിട്ടുള്ളത്. എല്ലാത്തിനെയും കല്ലിടിയിൽ നടന്നു, ഉദ്ഘാടനങ്ങൾ നടന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്തതാണ്. കൂണുകൾ പോലെ ഹൈവേ സൈഡുകളിൽ നിന്ന പല കെട്ടിടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെറിയ ഒരു കെട്ടിടം, അവിടെ ഒരു സാധാരണക്കാരന് ഒരു യാത്ര പോകുന്നവർക്ക് വന്നിരിക്കാനും ഫീഡിംഗ് റൂമും റിഫ്രഷ്മെന്റ് റൂമും ടോയ്ലറ്റുകളും അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടി ഒരു വലിയ ടൂറിസ്റ്റുകൾക്ക് യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമ സങ്കേതമായിരുന്നു. അവിടെ FM പാട്ട് പൊഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങളോടുകൂടി, ഓഫറുകളോടുകൂടി ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിയതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ന് സംസ്ഥാനത്ത് എത്ര ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ വിജയകരമായി നടപ്പിലാവുന്നുണ്ട്? ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണുള്ളത്? ഈ പലതും കാട് കയറിയും പട്ടിക്ക് കയറി കിടക്കാനും വേണ്ടിയിട്ടുള്ളതായി മാത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച വിഴിഞ്ഞം പദ്ധതി ആരാണ് പൂർത്തീകരിക്കുന്നത്? ഇടതുപക്ഷ സർക്കാർ പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ കൊണ്ട് പല പദ്ധതികളും തുടങ്ങി വെക്കുകയോ അല്ലെങ്കിൽ കല്ലിടാൻ മാത്രമേ കഴിയുകയുള്ളൂ. പലതും അങ്ങോട്ട് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്, UDF സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും എളുപ്പം. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത്രയും വ്യവസ്ഥകളോടുകൂടി അല്ലെങ്കിൽ തുടങ്ങിയ പല ഭാഗങ്ങളിലും വൈദ്യശാലകളും ബാങ്കുകളും അംഗനവാടികളും ഒക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന IT സ്ഥാപനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. വൈദ്യശാലകളുണ്ട്, ബാങ്കുകളുണ്ട്, അംഗനവാടിയുണ്ട്, ഹോട്ടലുകളുണ്ട്, ബാർബർ ഷോപ്പ് വരെയുണ്ട് എന്നുള്ള നിലയിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നിലയിലേക്ക് വക്കീൽ ഓഫീസും അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലേക്ക് അത് കൺവെർട്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവച്ച കരാറിനകത്ത് LDF സർക്കാർ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാക്കി, ഒരു മാറ്റമുണ്ടാക്കി. എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതായത് ഇൻഫോ പാർക്കിൻ്റെതായ ഒരു ഭൂമിയും അങ്ങോട്ട് കൈമാറില്ല. ഇൻഫോ പാർക്കിൻ്റെ ഭൂമിയോ കെട്ടിടങ്ങളോ ഒന്നും കൈമാറാൻ യാതൊരു വിധത്തിലും അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ആദ്യത്തെ കരാറിൽ രേഖയുണ്ടാക്കി. അതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥയുടെ മാറ്റിമറിക്കൽ നടക്കുന്നത് അവിടെയാണ്. രണ്ടാമതായി, അതായത് ഈ പറയുന്ന 360 ഏക്കർ 460ഓളം ഏക്കർ ഭൂമിയുടെ സ്വതന്ത്രാവകാശം എന്നുള്ള വെട്ടിച്ചുരുക്കി ആകെയുള്ളതിൻ്റെ 12% മാത്രം സ്വതന്ത്രാവകാശം. അതായത് വെറും 29.5 ഏക്കർ ഭൂമിയിൽ മാത്രം സ്വതന്ത്രാവകാശം ടീകോം കമ്പനിക്ക് നൽകും. ഇതായിരുന്നു LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഭൂമി സംബന്ധമായി അവർക്ക് കൊടുത്ത അവകാശം. വെറും 12%, അതായത് 29.5% ഭൂമി മാത്രമേ ടീകോം കമ്പനിയുടെ സ്വതന്ത്രാവകാശത്തിനായി വിട്ടു നൽകുകയുള്ളൂ എന്ന് LDF സർക്കാർ വ്യവസ്ഥ ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? 10 വർഷത്തിനിടയിൽ 90,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നുള്ള വ്യവസ്ഥ വെച്ചു. അതായത് 3 ഘട്ടങ്ങളിലായി 10 വർഷത്തിനുള്ളിൽ 33,000 മാത്രമാണ് UDF സർക്കാർ ആവശ്യപ്പെട്ട തൊഴിലവസരങ്ങളെങ്കിൽ LDF സർക്കാർ ആവശ്യപ്പെട്ടത് 90,000 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കണം ഈ IT കമ്പനി സ്ഥാപിക്കുന്നതിലൂടെ. പിന്നെയോ അതോടൊപ്പം തന്നെ എന്താണ് അവർ പറഞ്ഞത്? ഈ 5, 7, 10 വർഷങ്ങളിലായി മാത്രം 3 ഘട്ടങ്ങളിലായി മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു. അത് പറ്റില്ല. 88 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ നിർമ്മാണം നടത്തിയേ തീരൂ എന്നുള്ള നിലയിലേക്ക് LDF സർക്കാർ ഒരു കരാറിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നെ മറ്റൊന്ന്, മറ്റ് IT സ്ഥാപനങ്ങൾ പാടില്ല എന്ന് UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ടീകോം. പക്ഷെ അത് പറ്റില്ല, അതായത് അത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം കൊണ്ടു കൊടുക്കുവാനും ഇവിടുത്തെ LDF സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 100 ഏക്കർ പാട്ടഭൂമി, 136 ഏക്കർ അധിക ഭൂമി, അങ്ങനെ തുടങ്ങിയ നിരവധി എല്ലാം പാട്ടത്തിന് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് UDF സർക്കാർ മാറുകയും ചെയ്തു. അതായത് സത്യത്തിൽ ഇപ്പോൾ പറയുന്നത് LDF സർക്കാരാണ് ഇവരുടെ കാൽക്കീഴിലേക്ക് എല്ലാം കൊണ്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കരാറുകളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ നാളിതുവരെയായി എന്നീ പദ്ധതി പൂർത്തീകരിക്കണമെന്നോ പാട്ടക്കാലാവധി 10 വർഷമാണോ അല്ലെങ്കിൽ എന്ന് അവസാനിക്കുമെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു കരാറിൽ രൂപരേഖയില്ല എന്നുള്ളത് LDF സർക്കാരിനെ പറ്റി ഒരു വലിയ വീഴ്ചയായി തന്നെ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എവിടെ എന്നത് പൂർത്തിയാക്കണം അല്ലെങ്കിൽ എന്നത്തേക്ക് അത് ഫംഗ്ഷൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് LDF സർക്കാരിൻ്റെ ഒരു ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്നുകൊണ്ട് UDF സർക്കാരാണ് എല്ലാം ചെയ്തത്, UDF സർക്കാർ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നു. ആ UDF സർക്കാരാണ് എല്ലാം ചെയ്തത്. ഇവിടെ എന്തുകൊണ്ട് UDF സർക്കാർ ചെയ്തു എന്ന് പറയുന്നില്ല? ഈ കരാറിനകത്ത് ഇങ്ങനെ ചില വ്യവസ്ഥകളുള്ള വിവരം എന്തുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നില്ല? വെറുതെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. LDF സർക്കാർ ജനങ്ങളെ വഞ്ചിച്ചു, ടീകോമിന് ഒരു വലിയ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, നഷ്ടപരിഹാര തുക ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ടീകോം കമ്പനിക്ക് ഒരു വലിയ ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് LDF സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ പുതിയൊരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സത്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്.